സിജുവിലെ ഫയർ കണ്ടെത്താൻ സാധിച്ചത് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എൻ്റെ വിജയമാണ്. ഇനിയുള്ള കാലത്ത് മലയാളത്തിലെ സംവിധായകരുടെ അവർക്കൊരാളെ കൂടെ കിട്ടിയിരിക്കുകയാണ് ആക്ഷൻ ചെയ്യാൻ, അഭിനയിക്കാൻ, സ്ക്രീൻ പ്രസൻസോട് കൂടിയ ആദ്യ ഗംഭീര ഒരു നടനെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു. എഴുതി വെച്ചോ 8-ാം തീയതിക്ക് ശേഷം എൻ്റെ വാക്ക്. അത്രയേ ഉള്ളൂ. Good evening, Kochi. Hello, Gambhira Kayani for Naseem for the wonderful coordination over here. Hello, Nalla Kayani for the brother. Come on, Kochi. Kachukuda Usharayittu onnu just super. ഈ തിരുവോണത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ബ്രഹ്മാണ്ഡ മലയാള സിനിമ എത്തുകയാണ്. ആ മലയാള സിനിമയുടെ ഓഡിയോ ലോഞ്ചിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ ക്ഷണിക്കുന്നത്. അവതരിപ്പിക്കുന്ന മഹാൻ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ശ്രീ വിനയൻ സംവിധാനം ചെയ്യുന്ന 19ാം നൂറ്റാണ്ട് എന്ന ചിത്രം. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും താരങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചി 19ാം നൂറ്റാണ്ട് എന്ന ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് ശ്രീ ഗോകുല മൂവീസും ഇവിടെ മനോരമ ഓൺലൈനും ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ഓഡിയോ ലോഞ്ച് ഇവന്റിലേക്ക് കൊച്ചിയിലെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്. വൺസ് അഗൈൻ എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഓൾ ഓഫ് യു. തുടങ്ങാനായിട്ട് നമുക്ക് 19ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ ടീസർ ഞാൻ മനസ്സിലാക്കിയത് 6 മില്യൺ അപ്പുറത്തേക്ക് ഫോളോവേഴ്സും ലൈക്സുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ടീസർ നമുക്ക് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വി വിൽ ഹാവ് ദ ടീസർ ഓഫ് 19ാം നൂറ്റാണ്ട് റൈറ്റ് നൗ. In the main character. ഇത് ഗോപാലേട്ടൻ ചെയ്തിരിക്കുന്നത് കൊച്ചി കഥാപാത്രമല്ല. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കി. ഞാനത് പറയാഞ്ഞത് സിനിമ കണ്ടിട്ട് ഞെട്ടി ഗോപാലേട്ടന് വേണ്ടി മാത്രം ഒരു സ്വീകരണം നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം വേലായുധ പണിക്കരുടെ മുത്തച്ഛനായ പെരുമാളായിട്ട് കസറി അഭിനയിച്ചു. എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു ഈ മനുഷ്യൻ, ഈ ബിസിനസ്സുകാരൻ്റെ മനസ്സിൽ ഇത്രയും വലിയൊരു കലാകാരനാണ്. ചെറിയ നാടകമൊക്കെ ഉണ്ടെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് ഒത്തിരി പുതുമുഖങ്ങളെ കൊണ്ടൊന്ന് ഞാൻ പറയുന്നു. വേറൊരു അനുഗ്രഹീത നടനാണ്. അടുത്ത ഡേറ്റിന് വേണ്ടി നിങ്ങൾ സമീപിച്ചു. ഗംഭീരം. ഒരു നല്ല കൈയടി ഇപ്പൊ ഗോപാലൻ സാർ. അടുത്തത് സിജുവിലേക്ക് പോവാണെങ്കിൽ ആ ഒരു ചങ്കൂറ്റം വിനയൻ സാർ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ റെഡിയാണ്, സംവിധായകന് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പല സിനിമയിലും പല ക്യാരക്ടേഴ്സായിട്ട് സിജുവിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സിജു കണ്ട ഒരു സ്ഥാനം വേറെയായിരുന്നു. അതിലേക്കുള്ള സിജുവിൻ്റെ ഒരു ശ്രമമായിരുന്നു ഈ പോസ്റ്റർ, ഈ ടീസർ എന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല കൈയോടു കൂടി നമുക്ക് സിജുവിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഓഡിയോ ലോഞ്ചിന് നിങ്ങളെല്ലാവരും അവിടെ കാണാൻ സാധിച്ചത്. സാറ് പറഞ്ഞ പോലെ എന്താ പറയുക, ഇതൊരു ശ്രമമാണ് നടത്തിയേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യ സിനിമയായിട്ടുള്ള മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുന്ന സിനിമ, അതിൽ 2 ഡയലോഗ് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ തുടങ്ങുന്നത്. ഇപ്പോൾ 12 വർഷത്തോളമായി സിനിമയിൽ. അപ്പോൾ ഇനിയും ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകന് ചൂലെടുത്തടിക്കുമെന്നുള്ളത് എനിക്കറിയാം. പിന്നെ എനിക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം മനസ്സിലുണ്ട്. പിന്നെ ഒന്നും ചെയ്യാനില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ സിനിമയിലേക്ക് വന്ന ആളാണ് ഞാൻ. അപ്പോൾ കിട്ടിയ അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയേക്കുന്നത്. അപ്പോൾ ഞാനും ഈ സിനിമ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാനും ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് സാറെന്നെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട്
ഇറങ്ങി തിരിച്ചത്. പിന്നെ എനിക്ക് സാറിൻ്റെ അടുത്ത് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിക്കാനുണ്ട്. കാരണം സാർ എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ, എനിക്ക് കോൾ വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ പോയത് ഞാൻ കരിയറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സാറിൻ്റെ കോൾ വന്നപ്പോൾ ഞാൻ സാറിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ എന്തിനായിരിക്കുമോ വിളിക്കുന്നത് എന്ന് മനസ്സിലെൻ്റെ ഉള്ളിൽ പോയി. അത് മാനുഷികമായിട്ട് എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ്. എൻ്റെ മനസ്സിലത് പോയായിരുന്നു. പക്ഷെ ഞാൻ സാറിനെ പോയി കണ്ടിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഫുള്ളി ചാർജ്ഡായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതായത് സാറ് എനിക്ക് ആ മൊമെൻ്റ് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലായി പോകും. സോറി, ലൈക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് സാർ എന്നെ റെസ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ. കാരണം അത് സാരമില്ല, അത് ഇമോഷനാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ഒരു പുതിയ ചെറുപ്പക്കാരൻ്റെ മനസ്സിൻ്റെ ഫയറാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ പറഞ്ഞ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 8-10 വർഷമായിട്ട് സിനിമ മേഖലയിൽ നിന്നും ചില പ്രശ്നങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉണ്ടാക്കി മാറിയെന്നാണ്. പക്ഷേ ഞാൻ വാശിക്ക് വിട്ടുകൊടുത്തില്ല. സിനിമ ചെയ്തു, ആരും ഇല്ലാതെ ചെയ്തു, ടെക്നീഷ്യനോ ആർട്ടിസ്റ്റോ ഒന്നും ഇല്ലാതെ ചെയ്ത് റിലീസ് ചെയ്തു. അത്തരം സിനിമകളുടെയൊക്കെ ഒരു ക്വാളിറ്റി അദ്ദേഹം അതിൻ്റെ പുറകിലോട്ട് പോയില്ല. അത്ഭുതദീപോ അല്ലെങ്കിൽ ദാദാ സാഹിബോ രാക്ഷസ രാജാവോ ഇതിലോട്ടേക്ക് പോയാൽ പുള്ളിക്ക് ടെൻഷനുണ്ടായി. ഞാൻ പറഞ്ഞു, നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റിയാൽ നിന്നെ ഞാൻ വേറൊരാളാക്കി മാറ്റും. അത് മനസ്സിൽ ആ ചാർജും കൊണ്ടാണ് പോയത്. വിഷമിക്കാനില്ല, അതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഒരുപാട് താങ്ക് യു. എന്തൊരു സിനിമ സാറ് എന്നിലേക്ക് എത്തിച്ചതോ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗോപാലൻ സാറിനെ പോലുള്ളൊരു പ്രൊഡ്യൂസർ വന്നതും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക കച്ചവട മൂല്യവും കാര്യമൊന്നും നോക്കാതെ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെ തന്നെ, അതായത് എനിക്ക് എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു ഞാൻ പറയണം. അപ്പോൾ ഇനി സിനിമ കണ്ട് നിങ്ങൾ വിലയിരുത്തുക എങ്ങനെയാണെന്നുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ട്രെയിലറും അതിൻ്റെ ടീച്ചറൊക്കെ ഇറങ്ങിയിട്ട് കണ്ടിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസും അതുപോലെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും ഈ പറയുന്ന സെപ്റ്റംബർ 8-ാം തീയതി സിനിമ ഇറങ്ങിയാണ്. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഈ ടീച്ചറിനും അതുപോലെ തന്നെ ട്രെയിലറിനും തന്ന സപ്പോർട്ട് സിനിമയ്ക്ക് നിങ്ങൾ തരും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കോൺഫിഡൻ്റ് ആണ്. എന്തായാലും ഇനിയിപ്പോൾ സിനിമ സംസാരിക്കില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ സാധാരണക്കാരായിട്ട് ജീവിതം തുടങ്ങിയ 3 പേരാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. പല പല രീതിയിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഒരാൾ സംവിധായകനായ, മറ്റൊരാൾ ബിസിനസ്സുകാരൻ, അഭിനേതാവും. ടെക്നിക്കാലിറ്റിയിലൂടെ എത്താത്ത സ്ഥലമില്ല. മറ്റൊരാൾ അയാളുടെ പുതിയ ചവിട്ടുപടികൾ കയറി മലയാള സിനിമയിലേക്ക് കയറി വരികയാണ്. അതിനൊരു ഇമോഷണൽ എന്താ പറയുക, ഒരു ടേമോയിലാണ് നമ്മളിവിടെ കണ്ടത്. അത് സാധാരണക്കാരായിട്ട് ഇവിടെ സിനിമയിൽ എത്രയെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശരാശരി മലയാളിക്ക് മനസ്സിലാവും. ആ മലയാളിയുടെ ഒരു കൈയടി ഫോർ സിജു വിൽസൺ ഓൺ ദിസ് വണ്ടർഫുൾ ടീം പ്ലീസ്. പിന്നെ വിനയൻ സാർ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അതായത് ഇദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു ചേഞ്ച് ഓവർ, ഇത്ര വർക്കൗട്ട് ചെയ്യണം, ഇങ്ങനൊരു ഇത് ചെയ്യണം, അല്ലെ ഫൈറ്റ് ചെയ്യണം, ഹൗസ് റൈഡിങ് ചെയ്യണം, ഇതെല്ലാം സിജുവിൽ ഭദ്രമാണെന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച, പിന്നെ അത് സിജു അത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ആക്കിയത്, ആ ഒരു പ്രോസസ്സും കൂടെ അറിയാൻ കുറച്ച് പേർ നിങ്ങൾക്ക് താല്പര്യമാണ്. അല്ല, അതൊരു ഫിലിം മേക്കറുടെ ഒരു ഇമാജിനേഷനും അദ്ദേഹത്തിൻ്റെ ആരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. ഞാൻ പറയുന്നത്, വെറും ഒരു കോമഡിയനായിരുന്ന കാലത്തല്ലേ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാകോമഡിയെ നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരു വേഷം കൊടുത്തത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മണി ആ ലെവലിലെത്തുമെന്ന്. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കലാഭവമണിയിൽ ഒരു വലിയ കലാകാരനുണ്ടെന്ന്. ഒരിക്കലും ആരെങ്കിലും പ്രതീക്ഷിച്ചോ ജയസൂര്യ എന്ന് പറയുന്ന മിമിക്രിക്കാരനായ മനുഷ്യൻ ഇന്ന് മലയാള സിനിമയിലെ നമ്പർ 1 ആർട്ടിസ്റ്റായിട്ട് മാറുമെന്ന്? ഊമപ്പെണ്ണൊരിയാടെ പെണ്ണിനകത്ത് ആ ചെറുപ്പക്കാരനെ തപ്പിയെടുക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ അനൂപ് മേനോനെ കൊണ്ടുവരുമ്പോൾ, ഇന്ദ്രജിത്തിനെ കൊണ്ടുവരുമ്പോൾ, എന്തിന് നമ്മുടെ ഉണ്ടപ്പക്രു എന്ന് പറയുന്ന ഇന്നസ് പക്രു ഇന്ന് ആ ലെവലിൽ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ചിത്രം കൊണ്ടുവന്നപ്പോഴും എനിക്കറിയാമായിരുന്നു ഇയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതൊരു കലാകാരൻ്റെ, ഒരു ഫിലിം മേക്കറുടെ മനസ്സാണ്. ആ മനസ്സിനുള്ള എനിക്ക് സിജുവിനെ കണ്ടപ്പോൾ തോന്നി. സിജുവിനെ ഒരു കാര്യമുണ്ട്. അതിന് തൊട്ട് മുമ്പാണ് ഞാൻ വരന്മാരെ ആവശ്യമുണ്ട് എന്നുള്ള പടം സുരേഷ് ഗോപിയുടെ പടം കണ്ടിട്ട് വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അതിനകത്തൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു.
ഉള്ളി ആ ഫിഗർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അല്ലാതെ സിജുവിനെ മറ്റു പടങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സിജു എൻ്റെ മുന്നിൽ വന്നിരുന്ന് കഥ കേട്ട് അതിനോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഗോപാലേട്ടനെ വിളിച്ച് പറഞ്ഞു, ഗോപാലേട്ടാ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ പറഞ്ഞു, ഈ അദ്ദേഹം എൻ്റെ പണ്ട് ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ കൊള്ളാം. ഞാൻ പറഞ്ഞു, സ്കൂൾ ഉദ്ഘാടനമൊന്നുമല്ല, ഇത് ഭയങ്കര സംഭവമാണ് തന്നെ ചെയ്യാൻ പോണത്, അയാളെ കൊണ്ടത് പറ്റും. അത് എൻ്റെ ഒരു റീഡിങ്ങാണ്. ഞാൻ അങ്ങനെ ഒത്തിരി റീഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 15ഓളം ഇന്നത്തെ മലയാളത്തിൽ ഇരിക്കുന്ന സുരേഷ് കൃഷ്ണ കരിമാടിക്കുട്ടൻ എന്നുള്ള പടത്തിലെ വില്ലനായിട്ട് ഞാൻ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്ത്രീധനമല്ലേ, സ്ത്രീ എന്നുള്ള സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വില്ലൻ തമിഴിലെ രഞ്ജിത്തോ അങ്ങനെ ആരാണ്ടുള്ള ഡേറ്റ് മാറിയപ്പോഴാണ് ഈ പൊക്കം കൂടിയ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ചാൽ എന്താണെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. സുരേഷ് ഞാൻ വിളിച്ച് അന്ന് ചങ്ങനാശ്ശേരി ഷൂട്ടിംഗ് നടക്കുകയാണ്. എൻ്റെ ഫോൺ ചെല്ലുന്ന സുരേഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വരുന്നു, എന്നെ കാണുന്നു. അതോടുകൂടി സുരേഷ് മലയാള സിനിമയിലെ മാറ്റാനാവാത്ത കഥാപാത്രമായിട്ട് ഇപ്പോൾ മാറുന്നു. ഇതൊക്കെ ഒരു നിമിത്തമാണ്. അപ്പോൾ സുരേഷ് കൃഷ്ണ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ തന്നെ ഞാൻ തുറന്നു പറയട്ടെ, ഈ ഒരു ഓഡിയോ ലോഞ്ചിൽ ഏറ്റവും വലിയ VIP നമുക്ക് ജയനാണ്. അത് ഓഡിയോ ലോഞ്ചിന് മുമ്പ് കയറ്റാം അല്ലേ? ഓക്കെ. അപ്പം ജയന് എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ എത്രയോ ചിത്രങ്ങൾ നിങ്ങൾക്കറിയാം. വെള്ളി നക്ഷത്രം, സത്യം, അത്ഭുത ദ്വീപ് മുതലായ ചിത്രങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ജയൻ്റെ ഈ പടത്തിലെ ഒരു കോൺട്രിബ്യൂഷൻ അത് സിനിമ റിലീസ് കഴിഞ്ഞ് മനസ്സിലാക്കത്തുള്ളൂ. കാരണം ഏറ്റവും വലിയ ബോംബ് ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല. കാരണം ഏറ്റവും വലിയ പാട്ടുകൾ ഇതിന് ശേഷമാണ് വരുന്നത്. ഞാൻ പാട്ടിനെ പറ്റി പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സിജുവിലെ ഫയർ കണ്ടെത്താൻ സാധിച്ചത് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എൻ്റെ വിജയമാണ്. ഇനിയുള്ള കാലത്ത് മലയാളത്തിലെ സംവിധായകരുടെ അവർക്കൊരാളെ കൂടെ കിട്ടിയിരിക്കുകയാണ് ആക്ഷൻ ചെയ്യാൻ, അഭിനയിക്കാൻ, സ്ക്രീൻ പ്രസൻസോട് കൂടിയ ആദ്യ ഗംഭീര ഒരു നടനെ ഞാൻ പ്രസന്റ് ചെയ്യുന്നു. എഴുതി വെച്ചോ 8-ാം തീയതിക്ക് ശേഷം എൻ്റെ വാക്ക്. അത്രയേ ഉള്ളൂ. ഉണ്ണിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇത് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ ഉണ്ണി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗാനം ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നു. താങ്ക് യു ഉണ്ണി. ഒരു ഗംഭീര കയ്യടി ഫോർ ഉണ്ണി.
അതായത് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച എം ജയചന്ദ്രൻ സാറിന് മുന്നിൽ വെച്ച് തന്നെ അത് ലൈവായിട്ടൊരു സ്റ്റേജിൽ പാടാൻ പറ്റുക, അതൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു വേദിയിൽ പാടുക അത്ര എളുപ്പമുള്ളൊരു ടാസ്ക് അല്ല. അത് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തു. കുറച്ചുകൂടെ നല്ലൊരു നേടി കൊച്ചി കമാൻ പേരാ. താങ്ക് യു. ഓഡിയോ ലോഞ്ചിലേക്ക് പോവുകയാണ്. അതിനുണ്ടായിട്ട് ഈ സിനിമയുടെ ടെക്നിക്കാലിറ്റീസിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഗാനരചയിതാവ് ശ്രീ റഫീഖ് അഹമ്മദ് സാറാണ്. അദ്ദേഹത്തിന് പേഴ്സണൽ എമർജൻസീസ് കാരണം ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഇതിലെ ഗായകർ, ഈ സിനിമയിലെ ഗായകർ സിതാര, മൃദുല വാര്യർ, സൈനോര, പന്തളം ബാലൻ, നിഖിൽ, Narayani Gopan, Unni Ilayaraja. A round of applause for all these wonderful artists, all the singers and the lyricists. I would like to call upon once again M. Jayachandran sir to this dais. So they get that. You heard it? Okay. We go for the first time. 19ാം നൂറ്റാണ്ടിന്റെ ലൈവ് അംഗങ്ങളെ തുടങ്ങുകയാണ്. സിജുവും സുധീറും കൂടെ. Ready? Go! ഇത് ഷൂട്ടല്ലെന്ന് ഈ പുള്ളിയൊന്ന് പറഞ്ഞ് മനസ്സിലായി. നാളെ പ്രൊമോഷൻ ഉണ്ട്. Please, you can also join. ഇത് പ്രത്യേക സിനിമയിൽ കാണാറുണ്ട്. ഓൾമോസ്റ്റ് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളെ ഇതൊക്കെ മറന്നു. അപ്പോൾ ഇത് വൃത്തിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് എല്ലാവരും അത് വൃത്തിയായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്. Thank you for being such a wonderful sport. Thank you so much, Sudhir. Thank you, Gayatri. Thank you.